പറഞ്ഞൂടി. അപ്പു അതൊക്കെയാണ് അപ്പുവിന്റെ പരിപാടി ഗൈസ്. കണ്ടോ അവിടെ തല്ലാണ് ഗൈസ്. അവിടെ പൊരിക്കടി കൂട്ടൂല ഓല് രണ്ടാളും. 1 2 3 start. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. കണ്ടോ കൊറേയില്ലേ ഞങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് എത്രാമത്തെ നോമ്പാണ്? 8ാമത്തെ നോമ്പാണ് ഗൈസ്. ഡേറ്റ് വാച്ചൊക്കെ നോക്കുന്നത് ഡേറ്റ് നോക്കിട്ട് അതിനൊന്നും കുറച്ചാ മതി. ഗൈസ് ഞാൻ ഭയങ്കര പ്രായം കുറഞ്ഞു. ഇന്നലെ എന്നോടൊരു പെൺകുട്ടി ചോദിച്ചു എത്ര വയസ്സ്, 16 വയസ്സ് വെച്ചു. ഞാൻ താടി വീശി കണ്ടിട്ട് 16 ചോദിച്ചില്ലേ നിങ്ങളോട്? അപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മകളൊക്കെ ഉണ്ട്, അപ്പുച്ച് അതാണ് ഞങ്ങൾ അപ്പുച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. ചിലവർക്കൊന്നും എന്റെ പ്രായം എപ്പോഴും അറിയില്ല. ഞാൻ എനിക്ക് സത്യം പറഞ്ഞ 23 വയസ്സായി ഗൈസ്. പ്ലസ് 3 കൂടി 23 പ്ലസ് 3 26 പോയിട്ടുള്ളൂ കേട്ടോ അല്ലേ? അതെ, കഴിഞ്ഞ മാസം അല്ലേ? താടിപ്പ് വന്നിട്ടുള്ളൂ. അപ്പൂസില്ലേ? അപ്പൊ ചുന്ദരനല്ലേ? ഞാൻ ചുന്ദരനല്ലേ? അപ്പൊ നമ്മളെങ്ങോട്ട് പോണ പറഞ്ഞു കൊടുത്താ? അപ്പൊ ഓർക്ക് പറഞ്ഞു കൊടുത്ത നമ്മളെങ്ങോട്ട് പോണത്? നമ്മള് ഡ്രസ് എടുക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ഞങ്ങള് ഡ്രസ് എടുക്കണതിന്റെ കൂടെ പിന്നെന്താ എടുക്കണേ? എന്തൊക്കെ എടുക്കണം കേട്ടിട്ടുണ്ട്. നോക്കട്ടെ, പോയോക്കട്ടെ. നോമ്പൊക്കെ നോറ്റിയാണല്ലേ ഗൈസ്? അപ്പൊന്ന് 3 നോമ്പാ നോറ്റ് കേട്ടോ. അതെ, ഇത് മൂന്നാമത്തെ വായി കിടക്കുന്നത്. മൂന്നാമത്തെ നോമ്പാണ്. കൊയങ്ങിക്കണ് ഓണാമപ്പോ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളൊരു വീഡിയോ എടുക്കല്ലേ? അതെ, ഒന്ന് മകളെ അതിനെന്താ പറയില്ല, എനർജി വരട്ടെ, എനർജി ഉള്ളിൽ വരട്ടെ. നോമ്പ് നോറ്റേക്കാണ് പറയാ. ഞാൻ നോമ്പ് നോൽക്കുമ്പോ എനിക്ക് എനർജി ഉണ്ടാവൂല എന്ന് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കണത് നൊസ്റ്റാൾജിയാണ് ഗൈസ്. നമ്മളെ പഴയ സ്ഥലം, അതായത് ദിലുവിനെ കട്ടെടുത്തുകൊണ്ട് ഇതിലെ കൊണ്ടുപോയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ആരും അറിയാതെ ഞങ്ങള് എന്തെങ്കിലും കാണാൻ പോകുമ്പോ കാണുന്ന സ്ഥലല്ലേ? അതെ, ഒക്കെ രാവിലെ വന്ന് ചെങ്ങാഴ്ചി ഓരോ പേരും പോളോട് ഇറക്കും. ഞാൻ ഓളെ കയറ്റിട്ട് ഇതിൽ ഇങ്ങനെ കൊണ്ടുപോകും. അത് പറഞ്ഞപ്പോ അപ്പൂച്ചിന്റെ കെട്ടി പിടിച്ചിട്ട് ഓളെ കൊണ്ടുപോയി അടിയേക്കാരെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ നോമ്പണക്ക് കാട്ടിന് തുറക്കണം. എന്നിട്ട് അത്രക്ക് റിസ്ക് എടുത്തിട്ടാണ് ആ ഒരു ഇതുകൊണ്ട് എനിക്ക് എന്തില്ലാക്കി. കാരണം നമ്മളെ വിലപ്പെട്ട സമയമൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഓളെ കോളേജിൽ എത്തിച്ചും ഇതൊക്കെ ആക്കിയിട്ടും. എന്താപ്പോ ഇതൊക്കെ കേക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രേമിക്കാനേ പാടില്ല. അപ്പൊ ഇതാണ് ഗൈസ്. ഇപ്പോഴാണ് ഞങ്ങൾ പോയത് അല്ലേ? ഞങ്ങൾ ഇതിക്കൂടെ ഇങ്ങനെ പോന്നപ്പോ ഭയങ്കര നൊസ്റ്റാൾജി അടിച്ച് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോരുന്നു. അതെ, ഇപ്പൊ വീഡിയോ ഇല്ലാത്തോണ്ട് കൊറേ ആൾക്കാർ ചോദിക്കും അതിനൊന്നാമത് എന്താന്ന് അറിയോ? ഞാൻ വീഡിയോ എടുക്കൂലെന്നല്ല, പക്ഷെ അത് ഒന്നില്ലെങ്കിൽ തലുണ്ടാവില്ല, അല്ലെങ്കിൽ ഇനി മോലുണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കുറച്ചേരൊക്കെ ഫോണൊക്കെ ഓണാക്കിയാണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാല് കുഴപ്പമില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോ അല്ല, എനിക്ക് ചടക്കണതില്ല. കുറച്ച് കഴിയുമ്പോ ഫോണ് കാണാണ്ടാവില്ല. വേറെ ആളടുത്തേക്കാരും ആള് ഇതാക്കണത് ഇവിടെ ഇരിക്കണേ. സുജായി അതാക്കണോ? സ്വന്തമായിട്ട് സീറ്റൊക്കെ ഉണ്ട്. എന്താണ് ആരകാര അത് ആരതാ? പപ്പന്റെതാ? അത് ശരി. അപ്പൂച്ച് കൊറേ വർത്താനൊക്കെ പറയാൻ തുടങ്ങിട്ടോ ഗൈസ്. വലിയ കുട്ടിയായി. ഹായ് ഗൈസ് തന്നെ. ഹായ് അറി ഉറക്കപ്പിരാന്ത ഗൈസ്. ഉറക്കപ്പിച്ചാണ് ഞങ്ങൾക്ക് എപ്പോഴും തീരുമാനമായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഏത്
ഓക്കെന്നെ അറിയാം. ഞാൻ പറഞ്ഞോട് ഫർദിയും മറ്റേ നിക്കാബൊക്കെ ഇട്ടുകൊണ്ട് പെരുന്നാളെ നമുക്ക് അടിപൊളിയാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇക്കാനോട് എന്റെ മേലെ തുണിയും മറ്റേ തൊപ്പൊക്കെ ഇട്ട് വെള്ളിയൊക്കെ ഇട്ട് ആയിക്കോട്ടെ. ഞാൻ സെറ്റ് ഓക്കെടാ. നമ്മൾ അങ്ങനെ ഞാൻ വെള്ളി ഞാൻ കറുപ്പും ഓക്കെടാ സെറ്റ്. ചെറു പെരുന്നാള് ആ ലെവൽ മൂഡിൽ നമുക്ക് ചെയ്യാം. ആയിക്കോട്ടെ സെറ്റ് ഓക്കെട്ടോ ഗൈസ്. അല്ലാ ഇവലാകെ വെട്ടിയോ? ഓലൊക്കെ വെട്ടി ഗൈസ്. പുതിയ ഡെക്കറേഷനിലാണ്. അതാണ് നമ്മളെ കോളേജിലേക്ക് പോകാനുള്ള വഴി ഗൈസ്. ഇവിടെ ഇങ്ങനെ പോണം. കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇതിലെങ്ങനെ പോയിട്ട് ഇവിടെ അങ്ങനെ പോയിട്ട് അയ്യോ എല്ലാം ഇന്നലകൾ. അതെ 4 കൊല്ലായി. 4 കൊല്ലല്ലേ? 3 കൊല്ലം. എന്താ 4? 3 കൊല്ലം തികയാനായി. ഇത് മാർച്ചാണല്ലോ അല്ലേ? 3 കൊല്ലം തികയാനായി ഗൈസ്. 4ാമത്തെ കൊല്ലാണ്. അല്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാല് 4 കൊല്ലായില്ലേ? 3 കൊല്ലം തികഞ്ഞു. 4ാം കൊല്ലാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ്. പിന്നെ വർത്താനം പറയിക്കാം. കൊറേ ആയില്ലേ നമ്മളൊരു കണ്ടിട്ട്? നമ്മളെ ബ്ലാ 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 വിട്ടിട്ട് കൊറേ ആയില്ലേ? അപ്പൊ പറഞ്ഞൂടി. അപ്പൊ അതൊക്കെയാണ് അപ്പുവിന്റെ പരിപാടി ഗൈസ്. കണ്ടോ? ഇതാണ് സ്പൾബർ. സപ്പോസ് അടങ്ങിയിരിക്കണില്ല ഗൈസ്. മുടിയൊക്കെ കണ്ടോ? നല്ല കുട്ടിയാണല്ലേ തുമ്പിയേ. പി ഓളെ പി താഴണ്ട് കേട്ടോ. അതാണ് പറയണത്. പി അറിയണത് ചെരുപ്പിന് പി ഉണ്ട് അവിടെ താഴണ്ട്. എന്താ അത് തുറന്ന് അത് ഐറ്റംസ് ആണ്. അങ്ങനല്ലേ ജൈന തുറക്കല്? ഇതാണ് ഐറ്റംസ് ആണ്. ഓൺലി ഐറ്റംസ് ആണ്. ഓരോന്നിങ്ങനെ കണ്ടുപിടിച്ചു വണ്ടിയിലാണെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് കണ്ടുപിടിച്ചലാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗായ്സ്. പിന്നെ നമ്മക്ക് ഇനി എന്ത് ചെയ്യാം? ഇവിടെ പള്ളി കാണാൻ നിസ്കരിച്ചിട്ടില്ല. സമയം ഇവിടെ 2 മണി ആവാനായി. പള്ളി കൊണ്ട് നിസ്കരിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം? ഡ്രസ്സ് എടുക്കാന്. എന്നിട്ട് തെലുവിന് ഡ്രസ്സ് എടുത്ത് കഴിയുമ്പോൾ മാരിബാങ്ക് കൊടുക്കും. മാരിബാങ്കും തറാവിയൊക്കെ ഇവിടെ നിസ്കരിച്ചിട്ട് ഞങ്ങൾ മഞ്ചേരി പോയിരുന്നുള്ളൂ. പൈസ ഒക്കെ ലാഭം ഉണ്ടെങ്കിൽ വണ്ടി എണ്ണടിച്ചിട്ട് അവിടെ തന്നെ കാണാൻ തുടങ്ങിട്ട് നാളെ പോകാനാണ് ഞങ്ങളെ പ്ലാൻ. ഇൻഷാ അല്ലാഹ് ഒക്കെ സെറ്റ് ആവും. പോന്നപ്പോ തന്നെ പറഞ്ഞത് ഞമ്മക്ക് മഞ്ചേരി നോമ്പ് തുറക്കാന്നാ പറഞ്ഞത്. ഞങ്ങൾ മഞ്ചേരി ടൗണിൽ ഞങ്ങൾ എന്ത് ചെയ്യും? പള്ളിക്ക് പോയി നോമ്പ് തുറക്കും. ആവുമ്പോ ഭയങ്കര നോർമലി പോകും. അവിടുന്ന് കാരക്ക് തിന്നും എന്നിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യും? നമ്മളൊരു നല്ലൊരു ഹോട്ടലിൽ കയറി 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറിയിട്ട് അവിടുന്ന് കഞ്ഞിവെള്ളച്ചാറും ചോറും ചമ്മന്തി മീൻ പൊരിച്ചതും ഇല്ല ഞങ്ങൾ എന്ത് ചെയ്യും? വീട്ടിൽ പോകും. അതൊക്കെയാണ് ഞങ്ങൾ പ്ലാനിങ്ങില് പറയണത്. ഈ റമദാൻ മാസത്തിൽ ബ്ലോഗ് എടുക്കണ ഹറാമായ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. പറഞ്ഞില്ലേ? അത് ഹറാമായ കാര്യങ്ങൾ അല്ലല്ലോ. ഇപ്പൊ ചെയ്താലും ഹറാമായ കാര്യങ്ങളൊന്നല്ല, നല്ല കാര്യങ്ങളല്ലേ. കഞ്ഞിവെള്ളത്തിന്റെ കറിയും മറ്റേ എന്താണ് കുഞ്ഞുമാനെ നാളെ നോമ്പാണല്ലോ. ഇതന്നെ കുഞ്ഞുമാനെ നാളെ നോമ്പാണല്ലോ. മട്ടി ഇടുന്നേലും കുറച്ച് മുരിങ്ങ എല്ലാത്തിലുണ്ട്. ഇങ്ങനെ തിരിഞ്ഞേക്കാനെ നമുക്ക് വേറെ വോയിസ് ഉണ്ടാക്കാനെ ബ്ലോഗ് എടുക്ക
അപ്പു ചൊറക്കുന്നു ഗൈസ് കാണില്ല. അപ്പൊ ഗൈസ് നീ മഞ്ചേരിന്ന് കാണാട്ടോ. നമ്മള് കുട്ടിപ്പാറ എത്തി ഗൈസ്. കുട്ടിപ്പാറ കഴിഞ്ഞു. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഇതാ മഞ്ചേരി എത്തിയിരിക്കണം. അപ്പോൾ നമ്മളെ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ദിലുവിൻ്റെയും പപ്സിൻ്റെയും ഫ്രണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് മറ്റേ അവിടെ ഷോപ്പിൽ കയറി. അപ്പോൾ അവിടെ കയറിയതിൽ അവനൊരു ടീഷർട്ട് എടുത്ത്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ അപ്പൂസിനോട് പറഞ്ഞു പപ്പ അതെടുത്തോളൂ ഇതെടുത്തോളൂ എന്ന് കണ്ട്. അപ്പോൾ ഞാനൊരു ടീഷർട്ട് എടുത്ത് ഇതാണ്. അപ്പൂസ് പറഞ്ഞു ഇതും കൂടെ എടുത്തോളും പപ്പ അത് നല്ല രസമുണ്ടോ എന്നാണ്. അത് പറ്റിയില്ലെങ്കിൽ ഇതാണ് ബാക്കിൽ അവിടെ വന്ന് അത് കൊടുത്തോളി എന്ന് പറഞ്ഞത്. ഒക്കെ ഇത് പറഞ്ഞാൽ മതിയല്ലോ. ലാസ്റ്റ് എന്ത് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ നേരെ അപ്പുറത്തെ ഷോപ്പ് തന്നെ നമ്മൾ ദിലുവിന് പർച്ചേസിങ്ങിന് ഇതാ കയറി ഉള്ളിലേക്ക് എത്തി. ഗായ്സ് എന്തോ നമ്മളെ ഭാഗക്കേട് എന്നൊക്കെ പറയാം. കറണ്ട് ഇല്ലായിരുന്നു. ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര ചൂട്. അതുകൊണ്ട് ദിലു പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് വേഗം എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ കുറച്ച് അപ്പൂസിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റൊക്കെ ഉണ്ട്, പക്ഷേ AC ഇല്ല. അപ്പോൾ എന്താ JCB നമ്മള് ഇപ്പം JCBനെ കണ്ടപ്പോ പോയോ? എങ്ങനെ പോയത്? എന്നിപ്പോ JCB ഗായ്സ് ദിലുവിന് ഡ്രസ് എടുത്തുട്ടോ. എത്ര പെട്ടെന്നറിയോ കണ്ടോ? ഞങ്ങള് 12:45 കടയിൽ കയറി 3:32 ആയി. ഇനി നമുക്ക് അപ്പൂന് ഡ്രസ് എടുക്കാൻ പോണം. അപ്പാണ് പാകം കൊടുക്കുക. ആരാ ക്ലാസ് ആത്തണ് പെട്ടെന്ന് എടുത്തിട്ടോ. കടച്ചോന്ന് സത്യം പറഞ്ഞാൽ ഞാനും അന്തം വിട്ടു. കാരണം അവിടെ ചൂടായോണ്ട് പെട്ടെന്ന് എടുത്തു പോന്ന്. പ്ലാനിങ് ഒന്നും ഇല്ലാതെ കയറിയത്. നല്ല രസമുള്ള ഡ്രസ് കിട്ടിയോ? ഞാൻ കാണിച്ചല്ലോ വീഡിയോയില്. അപ്പൊ ഇനി ഞങ്ങള് അപ്പൂസിന് എടുക്കാൻ വേണ്ടി ഇങ്ങനെ കറങ്ങാൻ നിൽക്കാം. ഇനി അപ്പൂസിന് ഇങ്ങനെ കറങ്ങി കോഴിക്കോടൊക്കെ എത്തും. അങ്ങനെ ഗായ്സ് അപ്പൂസിനും പിന്നെ എനിക്കും ഡ്രസ്സ് എടുക്കാണ്ടായി. അപ്പോൾ നമ്മൾ സൈലറിൽ പോയി സംഭവം എങ്ങനെ ഉണ്ടെന്ന് നോക്കി. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞങ്ങളത് ഇൻ്റെതും അപ്പൂസിൻ്റെയും മുകളിലത്തെ സെക്ഷനിലാണ്. അപ്പോൾ ഇതിൽ വരാൻ വേണ്ടി കാത്തുനിന്ന് ഏതാ എനിക്കും അപ്പൂസിനും എടുത്ത് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങണിഞ്ഞ്. എന്താണ് അപ്പോൾ എന്താ പറയാ ഓർക്കനെ പറയാ ചെരുപ്പ് പറഞ്ഞ ഗായ്സ് ഇതിലൊന്ന് ചെരുപ്പ് എടുക്കാൻ വേണ്ടി വന്ന. അപ്പോ കൊമ്പ എവിടെ അയച്ചിട്ടതാവും. തുമ്പിയെ നോക്കിയാ പോസ് സെലക്ട് ചെയ്യാണ് ഗൈസ്. ഒരെണ്ണം എൻ്റെ കയ്യിൽ തന്നിക്കണേ. ഇതോ ഇതെങ്ങനെ എടുക്കുക? അങ്ങനെ ഗൈസ് ഞങ്ങൾ ചെരിഞ്ഞു ഗൈസ്. സത്യം പറഞ്ഞ വർത്താനം വരാനും കൂടി പോയി. നിസ്കാരം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാർക്കിങ്ങിൽ AC ഇട്ടിങ്ങാണ്ട് നല്ല കടുത്ത അപ്പൂസ് ഉറങ്ങി. ഇതിലൂന്ന് ഇനി ഒരു അനക്കണങ്ങാൻ പറ്റാൻ. കാരണം ഇവിടെ പള്ളിൻ്റെ മുമ്പിൽ ഞാൻ നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ സമയം വരുന്നത് കണ്ടോ 5:55 കഴിഞ്ഞ നേരെ പള്ളിലേക്കാണ് പോവാ. ഇവിടെ ബിരിയാണി ഒക്കെ ഉണ്ട്. ഞാൻ പള്ളിയിൽ പോന്നപ്പോ ഇവിടെ ചെമ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ബിരിയാണി ഒക്കെ ഉണ്ട്. നമുക്ക് ആ മൂടാക്ക പള്ളിന്റെ ചെലവില്
എനിക്ക് ഡ്രസ് എടുത്തു, അപ്പൂന് ഡ്രസ് എടുത്തു, ഇക്കാക്ക് ഡ്രസ് എടുത്തു, പിന്നെ എനിക്ക് ചെരുപ്പ് എടുത്തു. അപ്പൂന് ചെരുപ്പ് എടുത്തിന്നൂലേ നമ്മള് കുറച്ച് മുന്നേ എടുത്തിന്നു. സർപ്രൈസ് ഷൂ ഗിഫ്റ്റ് തന്നു ഗയ്സ്, ബ്രാൻഡ് ന്യൂ പ്യൂമ. അപ്പൊ അപ്പൊ എല്ലാതും ആയി. ഇക്ക വാച്ച് എടുത്തു. ആ വാച്ച് എടുത്തില്ലേ? സ്ക്രാച്ച് ആണോ? അപ്പൊ വാച്ച് വേറെ നോക്കണം ഗൈസ്. എനിക്ക് വാച്ചാണോ ഇഷ്ടപ്പെട്ടു. ചെരുപ്പ് എനിക്കൊരു അക്കിച്ചൊക്കെയാണ് ഗൈസ്. കുഴപ്പമില്ല, രസമുണ്ട്. പക്ഷെ ഇക്ക എന്നും AC-ലിരുന്നാണ്ടല്ലേ നോമ്പ് വിളിക്കണം. ഇക്കൊക്കെ അറിയില്ല അതിന്റെ പവർ, ഈ ചൂടിന്റെ പവർ മനസ്സിലായില്ലേക്ക. ഞാൻ വിചാരിച്ചത് പറയാല്ല, അങ്ങനെ മൂളികാണ്ട് സംഭവിച്ചൊന്നും ഇല്ലത്. ഞാനും ഇക്കും ഈ പെരുന്നാക്ക് കോഡാണ് കഴിച്ചത്. ഞാനൊരു മസ്റ്റാർഡ് യെല്ലോ, ഇക്കൊരു ലൈറ്റ് യെല്ലോ, ജന്ത യെല്ലോ എന്നല്ല, ഞാൻ മസ്റ്റാർഡ് യെല്ലോ, ഇക്ക ലൈറ്റ് യെല്ലോ. വീട്ടിലെത്തിയിട്ട് ഡ്രസ്സൊക്കെ അപ്പൂസിന്റെ ഡ്രസ്സാണ് വേറെ ലെവൽ. അപ്പൂസിന്റെ ഡ്രസ്സ് വത്തക്ക് ക്രിസ്മസ് അപ്പൂപ്പനൊക്കെയാണ്. പക്ഷെ വേറെ മൂഡ് സാധനം കേട്ടോ, പൊളി വൈബാണ്. ടീഷർട്ട് ഇട്ടില്ലല്ലോ, പോകുമ്പോഴേക്കാലേ ഇനിയിപ്പോ നനങ്ങാൻ വയ്യ. ഇപ്പൊ പോയി എടുക്കും ചെയ്യാം, ടൈമുണ്ട്, കുറച്ച് സമയം പോയി എടുക്കാൻ പോവാം. ഓലെത്തണ്ടേ. പിന്നെ നോമ്പ് തുറക്കാൻ എന്താ പ്ലാൻ പറഞ്ഞാണ്? നോമ്പ് ഞങ്ങൾ ഇവിടുന്ന് ജ്യൂസും വാങ്ങും. അപ്പം പുറത്ത് പോയിട്ട് ഫ്രണ്ട്സ് 2 ആളും കൊണ്ട് വരുന്നുണ്ട്. നമ്മള് ജ്യൂസ്, അതുപോലെ തന്നെ കാരക്ക, എണ്ണക്കടികൾ, പൊരികൾ. എണ്ണക്കടി നോക്കട്ടോ, എനിക്കില്ല, ഞാൻ എണ്ണ കട്ടാട്ടോ. ഈ റമദാൻ മുതൽ ബാക്കി ഫുള്ള് എണ്ണ, അങ്ങനത്തെ വർഗ്ഗങ്ങളൊക്കെ ഫുള്ള് ഒഴിവാക്കി. എണ്ണക്കടികൾ, മധുരം ഒക്കെ കുറച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ പോകാൻ കഴിയട്ടെ. അപ്പോ ഇതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, BBQ എന്തേലും പേരാ മലന്റെ ഇവിടെ മഞ്ചേരി വ്യൂ പോയിന്റിൽ പോയിട്ട് വ്യൂ പോയിന്റ് പോയി കാറിന്റെ മുകളിലൊക്കെ സെറ്റ് ആക്കിയിട്ട് അവിടുന്ന് നോമ്പ് തുറക്കാനുള്ള പ്ലാനാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങള് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നോമ്പ് തുറന്ന് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫർസി പോയിട്ട് അവനാൻ എന്താണോ വേണ്ടത് അത് കഴിക്കും. ഇന്നത്തെ ദിവസം ദിലൂന് മുട്ട് കൊടുത്തേക്കണം. നമുക്ക് എന്താണോ അത് അതിന് വേറെ എക്സ്ക്യൂസ്. ലോക്ക് ഞാൻ അവിടെ ഫുള്ള് തിന്നാൻ കഴിയോ, തിന്നിട്ട് കുറച്ച് ഇതൊക്കെ കൊടുത്ത് കുറച്ച് വെള്ളം കുടിച്ച് 2 പൊരി തിന്നാൻ കഴിഞ്ഞോളതുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഗൈസ് പ്ലാനിങ്. അപ്പൊ നമുക്ക് ബാക്കി അവിടുന്ന് കാണാൻ നമ്മള് എന്ത് ചെയ്യാ, ഇത് വാങ്ങാൻ പോകുമ്പോ നമുക്ക് എന്ത് ചെയ്യാ കാണാം ഗൈസ്. എല്ലാവർക്കും എന്റെ കുട്ടിമണി പോയി. നിങ്ങൾ ഉറങ്ങിയോ? പോയി ഗൈസ്, എല്ലാരും എത്തിയാണ് ഗൈസ്. അവിടെ തല്ലാണ് ഗൈസ്. അവിടെ പൊരിക്കടി കൂട്ടൂല ഓല് രണ്ടാളും. ഇക്കും അപ്പും പൊരിക്കടി കൂട്ടൂല പറഞ്ഞിട്ട് അവിടെ തല്ലാണ്. ബെന്നെ തല്ലാണ്, എല്ലാരും കൂട്ടത്തല്ലാണ് ഗൈസ്. ഏത് കാട്ടിലാണ്? നെറ്റിക്കാട്ടിലാണ്. കുറ്റിക്കാടൊന്നുമല്ല, ഞാൻ കാണിച്ചല്ല ഗൈസ്. വെള്ളം കുലിക്കുന്നില്ല. ഇതാ ഫ്രൂട്ട്സ്. അപ്പനൊരു കടത്തിക്കള, ആ ഡോറ് തുറന്നു വെച്ചാൽ മതി, അങ്ങനെ കടത്തിയാൽ മതി. ഒരു പള്ളി പോയിക്കാണ് ഗൈസ്. അപ്പൊ ഞങ്ങളിവിടെ 2 ആളും കാറിൽ നിക്കാണ് അല്ലേ. ഓര് വന്നിട്ട് ഞങ്ങള് പള്ളി പോവില്ലേ? ഇവിടുത്തെ കൊമ്പൊക്കെ എന്തിയേ പോയോ? എങ്ങോട്ടൊക്കെ പോയത് തന്നെ? ആരാ അങ്ങനെ വലിച്ചിട്ടത്? അപ്പൂച്ചല്ല വലിച്ചിട്ടത്?
തന്നെ തന്നെ അയ്യോ അതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലേ. അല്ല എന്റെ JCB എവിടെ അപ്പൂന്റെ? അതാ അങ്ങോട്ടൊക്കെ, അതാ JCB, അതല്ല JCB, ഇങ്ങോട്ടൊക്കെ, അതാ അവിടെ, അതാ ഗൈസ് അപ്പൂസിന് പുതിയ JCB വാങ്ങി. എവിടെ എവിടെ അമ്മടുത്തരാം. ഓ മൈ ഗോഡ്, പിടിച്ചോ? അയ്യോ അയ്യോ നോക്കട്ടെ. അപ്പൂനെന്താ പറയാനുള്ളത്? അപ്പൂമ്പ എന്താ പറയാനുള്ളത്? പുഞ്ഞേ തുമ്പി അപ്പോ can you talk anything? എൻ്റെ മേത്ത് കൂടെ ഒക്കെ ആകെ മണ്ണും ചൊളിയാക്കിയിരിക്കണ് ഗൈസ്. ഓളെ ജ്യൂസും ഓളെ ചെരുപ്പുമത്തെ ചളിയും ഒക്കെ എൻ്റെ മേത്ത് കൂടിയാ. ഹായ് പറഞ്ഞ ഇങ്ങോട്ട് നോക്കിയാണ്ട് ഹായ് പറഞ്ഞ ഇങ്ങോട്ട് നോക്കി കണ്ട ഹായ് പറയണ്ട് കൈ കൊണ്ട് ഇതിനകത്ത് നോക്ക്. ഹായ് പറഞ്ഞ എന്താ അതെന്താ അതെന്താ ബച്ച് കണ്ടിട്ടാ ബൂ 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 ബച്ച് കണ്ടിട്ട് ബൂ 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 എങ്ങനെയാ ബൂ 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 പറഞ്ഞേ? എങ്ങനെ പറഞ്ഞേ? അവിടുന്ന് എന്താ പറഞ്ഞ? ബൂ 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 അങ്ങനെ പറഞ്ഞോ? പേച്ചോ ആരാ പേച്ചത്? പേച്ചോ അല്ലോ അങ്ങനെ പേച്ചോ അവിടെ? പപ്പ പേച്ചോ? അപ്പു പേച്ചിട്ടില്ല, പപ്പ പേച്ചത്. അത് ശരി. പപ്പ പള്ളിയിലല്ലേ? പപ്പ എന്തിനാ പോയിക്കണേ? അല്ല അല്ലാഹു അക്ബർ പറഞ്ഞ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിക്കണം. അപ്പൊ പറയും മെനു എന്താ എന്തും കഴിക്കുന്നേ. ഞാൻ ഡയറ്റിലാണ്, എനിക്കൊന്നും വേണ്ട. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് അൽഹംദുലില്ലാ റാഹത്ത് എങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്തിയിട്ടുള്ള മഞ്ചേരി കയ്യാലത്തേക്കാണ്. അപ്പൂസ് കോക്കോമിലൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്ക് ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാർട്ടൂൺ കാണണം, അല്ലെങ്കിൽ ഓക്ക് ഫുഡ് ഇറങ്ങില്ല. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് സാധനം എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി സൂപ്പ് എത്തി. സൂപ്പ് പിന്നെ നമ്മൾ കുടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത സാധനം ഓർഡർ ആക്കിയത് മേശപ്പോഴത്തെ നല്ല വെറൈറ്റി ആയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അൽഫാം. കുറേ കാലമായി അൽഫാം കഴിച്ചിട്ട്, നോമ്പായിട്ട് പിന്നെ നമ്മളിതാണ് ഇപ്പോഴാണ് അൽഫാം കഴിച്ചിരുന്നത്. അപ്പോൾ ഞാൻ കഴിക്കണില്ല, അപ്പൂസിനും ദിലുവിനും. നമ്മൾ ഇതിൻ്റെ എണ്ണയൊക്കെ നോമ്പായതുകൊണ്ട് നമ്മൾ എണ്ണയൊക്കെ ഫുള്ള് കട്ടായി. നമ്മളെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് ഈ 30 നോമ്പും നമ്മൾ എന്ത് ചെയ്യാണ് കൺട്രോൾ ചെയ്ത് നമ്മളെ ചൊറുക്ക് നിയന്ത്രിക്കലപ്പോൾ പുറപ്പാടിലാണ്. പിന്നെ ഒലിക്കല റൈസ്, ഞാൻ പിന്നെ ചപ്പാത്തി മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് എന്തൊക്കെ കഴിച്ചേക്ക വീഡിയോ എടുത്തിട്ടില്ലേനു? വീഡിയോ എടുത്തെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. എന്റെ ഫോണിലെടുത്തത് അപ്പൂസ് കാർട്ടൂൺ കണ്ടുത്തിരിക്കായിരുന്നു. എന്താ ഞാന് ഒരു കോൾ വന്നപ്പോ എനിക്ക് ചിക്കൻ ഫ്രൈ വന്നത് ഗൈസ്. അപ്പൊ എനിക്കത് പറ്റൂല. ചിക്കൻ അല്ല ബീഫ് ഡ്രൈ ഫ്രൈ. ടേസ്റ്റ് ഇല്ലേന്നുല്ലേ അത്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കഴിച്ചില്ല അത്. പിന്നെ ഞാൻ അതിന് പകരം എന്ത് ചെയ്തു, ഹണി അൽഫാം ഒന്നും തന്നെ പോരാ. ഞങ്ങള് പിന്നെ മിക്സഡ് എന്ത് ഇതാ. ഹായ് ഗായ്സ്, ഞാൻ കോലുമുട്ടായി നിന്നാണ് ഗായ്സ്. പറയേ കണ്ടോ കാലൊക്കെ എവിടെ കണ്ടോ? ഉള്ള നുലുമാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ എന്തൊക്കെയാ കഴിച്ചു? പിന്നെ മിക്സ്ഡ് ഫ്രൈഡ് റൈസ് കഴിച്ചു, നോർമൽ അൽഫാം, അങ്ങനെ കുറെ സംഭവങ്ങൾ കഴിച്ചു. സൂപ്പ് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൂച്ചും കഴിച്ചു. മാമു എല്ലാം കഴിഞ്ഞിട്ടോ. അതുകൊണ്ട് അതാ അമ്മനൊക്കെ വിളിക്കണേ. അമ്മനെ ചോദിക്കണത് അതുവരെ വന്നിട്ട് അമ്മനെ കാണാതെ പോയിട്ടേക്കാരം. നമുക്ക് പിന്നെ കാണാൻ പോകട്ടെ അമ്മനെ.
നമുക്ക് പിന്നെ കാണാൻ പോവാട്ടോ അമ്മനെ. ഗൈസ് അമ്മനൊക്കെ ചോദിക്കണ്ട് ഗൈസ്. നമുക്ക് അമ്മനെ അച്ഛനൊക്കെ പിന്നെ കാണാൻ പോവാട്ടോ. ഓക്കെ പറ. അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ. ഇനി നമ്മളെങ്ങോട്ടാ പോണക്ക? വണ്ടൂര് പോണെങ്കിൽ ഏതായാലും ഇപ്പൊ നനഞ്ഞു കുളിച്ചിട്ട് കേറാൻ പറഞ്ഞ് മറ്റേ മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ ആറ്റംബർഗും സോഡി. ആറ്റംബർഗോ ഓരോ പേരാണ്. അടുത്ത ന്യൂ ജനറേഷൻ മസാല സോഡയാണ് ആറ്റംബർഗ്. അപ്പൊ അതൊക്കെ കുടിച്ച് വീട്ടിൽ പോവാ കിടന്നുറങ്ങുക ഗൈസ്. അപ്പൊ ഇതൊക്കെയാണ് സാധനങ്ങൾ കേട്ടോ പർച്ചേസ് ചെയ്ത് അവിടെ ഉണ്ട്. നമ്മളെ വ്ലോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ് ഗൈസ്. അതെ ഗൈസ്. അസ്സലാമു അലൈക്കും. അപ്പൊ എപ്പോഴും പറയണ പോലെ എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം.